ജയിക്ക് അങ്ങയുടെ അവസരം നിഷേധിക്കല്ല ജയചന്ദ്രൻ മാഷെ, ഇത്രയും ഗൗരവമുള്ളൊരു കാര്യം അങ്ങ് പറയുമ്പോൾ അതിന്റെ മറുപടിയും കൂടെ കേട്ടു പോകണമല്ലോ. ജയിക്കെ വേഗം. എനിക്കറിയാം അങ്ങ് തീർത്തിട്ടില്ല എന്ന് എനിക്കറിയാം. വരാം ഒന്ന് വഴങ്ങുക ജയിക്ക്, വേഗം ഇതിന് മറുപടി. കാരണം ഇത് നിരന്തരമായുള്ള ബി.ജെ.പിയുടെ വാദഗതിയാണ്. അല്ല, അവിടെയാണ് ഇത്. ഇപ്പോൾ മാത്രമല്ല, ഇത് സംബന്ധമായിട്ടുള്ള ഏതു സംവാദങ്ങളിലും സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികൾ ബോധപൂർവമായി ഒരു ഹാഫ് ബോയിൽഡ് നുണ പറയുന്നത് പോലെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അത്തരത്തിൽ മതപരമായ പ്രോസിക്യൂഷൻ നേരിടേണ്ട വന്ന ഞാൻ പറയട്ടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇടപെടുന്നത്. മതപരമായി പീഡനം നേരിടുന്ന ഇതര ഇന്ത്യൻ രാഷ്ട്രങ്ങളിലെ എല്ലാ വിഭാഗം വരുന്ന മതവിശ്വാസികളോട് നിങ്ങൾക്ക് ഒരേ സമീപനമാണോ? നിങ്ങൾ അതിൽ നിന്ന് വിഭജിത അജണ്ടകളോടുകൂടെ സമീപനം സ്വീകരിക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസം മുംബൈ കളക്ടീവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട യോഗത്തിൽ ആദരണീയനായ ചീഫ് ജസ്റ്റിസിന്റെ മകൻ കൂടിയായ അഭിഭാഷകൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ലേ, നിങ്ങൾക്ക് ജൂതരായിട്ടുള്ള ആളുകൾ മതപരമായ പീഡനം അയൽ രാഷ്ട്രങ്ങൾ നേരിടുന്നുണ്ട്, അവർക്ക് നിങ്ങൾക്ക് എന്തേ പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നില്ല? മ്യാൻമാറിൽ നിന്ന് കടന്നു വരുന്ന രോഹിംഗ്യൻ അഭയാർത്ഥികൾ മതപരമായ പീഡനം നേരിടുന്നവരുണ്ട്, അവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് പൗരത്വം കൊടുക്കുമെന്ന് അറിയുന്നില്ല? പാകിസ്ഥാനിൽ നിന്നും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നും അഹമ്മദീയ മുസ്ലിങ്ങൾ മതപരമായ ദ്രോഹം നേരിടുന്നുണ്ട്, എന്തുകൊണ്ട് അഹമ്മദീയ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നില്ല? ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് വംശജരായ അഭയാർത്ഥികൾ ഇതര രാഷ്ട്രങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ മതപരമായ ദ്രോഹം നേരിടുന്നുണ്ട്, അവർക്ക് നിങ്ങൾ എന്തുകൊണ്ട് പൗരത്വം കൊടുക്കുമെന്ന് പറയുന്നില്ല? നിങ്ങളൊരു ഒറ്റ പോയിന്റിൽ മാത്രം നിൽക്കുന്നു. അമുസ്ലിങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് രാഷ്ട്രങ്ങളിലെ ചോദ്യം നേരിട്ടുള്ളതാണ്. കാരാട്ടുമായി ബന്ധപ്പെട്ടും മൻമോഹൻ സിംഗിന്റെ മറുപടിയുമായി ബന്ധപ്പെട്ടും അതിലുള്ള പ്രതികരണം ജയിക്ക്. അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. മതപരമായ ദ്രോഹം നേരിടുന്ന, പീഡനം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ ചേർത്ത് പിടിക്കണം. അതിൽ പക്ഷപാതിത്വം കാണുന്നു, അതിൽ പ്രത്യേക മതത്തിന്റെ കാർഡ് കൊടുക്കാൻ ശ്രമിക്കുന്നു, അതിനെയല്ലേ നമ്മൾ എതിർക്കുന്നത്, അതിനെയല്ലേ തുറന്നു കാട്ടേണ്ടത്, അതല്ലേ ഇവിടെ വിഭജിതമായ നീക്കം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മ്യാൻമാറിലെ രോഹിംഗ്യൻ അഭയാർത്ഥികളും ജൂതന്മാരും ശ്രീലങ്കൻ തമിഴ് വംശജരും അഹമ്മദീയ മുസ്ലിങ്ങളും ഷിയാകളും ഒക്കെ ഉൾപ്പെടെയുള്ള ഇതര രാഷ്ട്രങ്ങളിൽ ഇതേപോലെ തന്നെ മതപരമായ പീഡനം നേരിടുന്ന ആളുകളുടെ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ ആരാണ് ജയിക്കെ? ജെ.കെ. ചോദ്യം കേട്ടെങ്കിൽ ഇവിടെ ജയചന്ദ്രൻ മാഷ് പറഞ്ഞ ഭാഗം വെച്ചുകൊണ്ടാണെങ്കിൽ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ കാരാട്ട് പറയുകയാണ്, അവിടുത്തെ മതന്യൂനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്നത് എന്താണ്? പീഡനം നേരിടുന്ന മതവിശ്വാസികളായിട്ടുള്ളവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണല്ലോ ബി.ജെ.പിയുടെ പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സെലക്റ്റീവ് തന്ത്രം എന്താണ്? നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മതത്തിന്റെ കളർ എന്താണ്? അതല്ലേ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടത്, അതല്ലേ തുറന്നു നീക്കപ്പെടേണ്ടത്? മതപരമായി ദ്രോഹം നേരിടുന്ന എല്ലാ മനുഷ്യന്മാർക്കും പൗരത്വം കൊടുക്കാം, നമുക്കതിനകത്ത് എന്താണ് അഭിപ്രായ വ്യത്യാസം? ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ. അപ്പോൾ ഇതിൽ സെലക്റ്റീവായ കാഴ്ചപ്പാടുകൂടെ സംഘപരിവാർ പ്രതിനിധി ഇവിടെ വാദമുന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് ഉതകുന്ന നിലയിൽ ചില പാതിബന്ധ നുണകളെ തന്റെ വാദത്തിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഇനിയിപ്പോ അത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ എത്ര കൃത്യതയോടെയായിരുന്നു ജയിക്കിന്റെ മറുപടി എന്ന്. ശരി അല്ലല്ല, എനിക്ക് ഒരു ഇടവേളയ്ക്ക് പോകണം. ജയചന്ദ്രൻ മാഷെ, ഒറ്റ കാര്യം വി ആർ ഹിയർ എന്ന ഹർജിക്കാരോട് അവരൊരു ഈ CAA-യുമായി ബന്ധപ്പെട്ട ഏറ്റവും നിയാമകമായ ആശങ്ക പറയുമ്പോൾ ആ പറഞ്ഞ ഉറപ്പിനെ ബി.ജെ.പി എങ്ങനെ കാണുന്നു? ഒന്ന്, നിങ്ങൾ നേരം വെളുക്കുന്നത് വരെ ചോദിച്ചാൽ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് ഈ പറഞ്ഞതിൽ നിന്നും അവർ വ്യതിചലിക്കുന്നുവോ? ഉണ്ടെന്നോ ഇല്ലെന്നോ അയാൾ പറയുന്നില്ല. വേണു, ഞാൻ ഇതിൻ്റെ ലിങ്കിൻ്റെ ആധികാരിക നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വേണു നോക്കാം. രണ്ടാമത്, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം ഞങ്ങൾക്കുള്ള പ്രത്യാശയും വി ആർ ഹിയർ എന്നുള്ള കോടതിയുടെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഓരോ നിയമവും കൈകാലിട്ടടിച്ച് അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പറയാം അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് ആണല്ലോ പ്രധാനം. ഇവിടെ ലീഗ് പറയുകയാണ്, നിങ്ങളിത് അതിവേഗം നടപ്പാക്കിയാൽ, പൗരത്വം ഫാസ്റ്റ് ട്രാക്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും? അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അത് നിങ്ങൾക്കെതിരെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ എന്ത് സംഭവിക്കും കോടതി എന്ന് ചോദിക്കുമ്പോൾ കോടതി പറയുകയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന്. അത് നിങ്ങളുടെ കൂടെ ഇരിക്കാനാണോ? അല്ലല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയാണ്.
വേണു, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ആരും വേണ്ട. മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈ രാജ്യത്തെ നിയമ സംവിധാനവും കോടതിയും ബഹുജനങ്ങളും ഉണ്ടായാൽ മതി. ആ ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ കോടതി സ്റ്റേ ചെയ്യാഞ്ഞത്. ഇതാ നുള്ളി അങ്ങ് എടുത്തു കളയും, ഞങ്ങൾ പോകേണ്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ശരി 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 ലിജു എന്തോ പറയാമെന്ന് വേഗം, അതിനുശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ശരി ലിജു, ഈ പറഞ്ഞു തുടങ്ങിയത് കേട്ടല്ലോ അല്ലേ? സ്റ്റേ ഇല്ല, ഇപ്പൊ അത് നുള്ളി അങ്ങ് കളയുമെന്നാണല്ലോ കേട്ടിരുന്നത്. എന്തായി എന്നൊക്കെയാണ് അവകാശവാദങ്ങൾ. ലിജു വേഗം, എന്നിട്ട് എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അല്ല, ബി ആർ ഹിയറിന് മുമ്പ് ഒരു സെന്റൻസ് ഉണ്ട് വേണു, അതാണ് അവിടുത്തെ ഏറ്റവും പ്രസക്തമായ കാര്യം. ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത്, നിങ്ങളുടെ ആശങ്ക നടപ്പിലാക്കാൻ ഇവിടെ ഒരു കമ്മിറ്റി ഇല്ല, ഗവൺമെന്റിന് യാതൊരു സംവിധാനവും ഇല്ല, ഒരു കമ്മിറ്റിയും ഇല്ല, അപ്പോൾ പിന്നെ നടക്കുമെന്ന് ആശങ്കപ്പെടണ്ടല്ലോ. അപ്പോഴാണ് ലീഗ് അഭിഭാഷകൻ പറയുന്നത്, കപിൽ സിബൽ പറയും, ഇത് നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പോൾ കോടതി പറയുന്നത്, വി ആർ ഹിയർ, നമ്മളുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ തന്നെ പറയുകയല്ലേ ഗവൺമെന്റിന് അതിനുള്ള സിസ്റ്റം ഇല്ല, നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഞങ്ങളുണ്ട് ഇവിടെ. അതാണ് അതിൻ്റെ കാര്യം. അപ്പം അതിനെ മൊത്തത്തിൽ കാണുന്നതുകൊണ്ടാണ് ലീഗിൻ്റെ ഭാഗത്തു നിന്നും മറ്റെല്ലാ രാഷ്ട്രീയ പ്രസിദ്ധി കോടതിയിൽ കക്ഷി കിടന്നിരിക്കുന്ന എല്ലാ പോസിറ്റീവായ അല്ലെങ്കിൽ സി എക്കെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരും ഇതിനെ ഒരേ തരത്തിൽ കാണുന്നതിന്റെ കാരണം അതാണ്. ആ കോണ്ടെക്സ്റ്റ് നമ്മൾ കണക്കിലെടുക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരാമർശങ്ങൾ കണക്കിലെടുക്കണം. അതാണ് അടുത്ത കാര്യം.